സൈനിക ശേഷിയും മികവും പ്രകടിപ്പിക്കുന്നതിനായി പടിഞ്ഞാറൻ സമുദ്രമേഖലയിലേക്ക് കടലിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ക്രൂസ് മിസൈലുകൾ വിക്ഷേപിച്ച് ഉത്തര കൊറിയ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരീക്ഷണം. ചൊവ്വാഴ്ച നടന്ന ഈ പരീക്ഷണങ്ങൾ വിജയം കണ്ടതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. മിസൈലുകൾ 2 മണിക്കൂറിലധികം പറന്നതായും കൃത്യമായി ലക്ഷ്യങ്ങളിൽ പതിച്ചതായും ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ആണവായുധ ശേഷിയുള്ള സൈന്യത്തിന്റെ പ്രവർത്തന മേഖല വികസിപ്പിക്കുന്നതിനാണ് ഈ ആയുധങ്ങൾ സഹായിക്കുമെന്നും ഏജൻസി അവകാശപ്പെട്ടു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ പാക് ജോങ് ചോൻ പരീക്ഷണങ്ങൾ നിരീക്ഷിച്ചതായി KCNA അറിയിച്ചു. നാവികസേനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ പ്രധാന മുതൽക്കൂട്ടുകൾ എന്ന് കിം ജോങ് ഉൻ വിശേഷിപ്പിച്ച ഉത്തര കൊറിയയുടെ പുതുതായി വികസിപ്പിച്ച ചോയ്ഗ്യോൻ, കാങ്കോൻ എന്നീ യുദ്ധക്കപ്പലുകളിലെ നാവികരുടെ പരിശീലനവും അദ്ദേഹം പരിശോധിച്ചു. കഴിഞ്ഞയാഴ്ചയിൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും ഉത്തര കൊറിയ നടത്തിയിരുന്നു. ആണവ യുദ്ധ പ്രതിരോധം ശക്തിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത പുതിയ ഹൈപ്പർസോണിക് സംവിധാനമാണ് ഈ പരീക്ഷണങ്ങളിൽ ഉപയോഗിച്ചതെന്നാണ് രാജ്യം അവകാശപ്പെടുന്നത്. ട്രംപും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി നടക്കാനിരിക്കുന്ന ഉച്ചകോടിക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം നടന്നത്. മിസൈൽ പരീക്ഷണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇല്ലയോ എന്നതിൽ ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരണം നൽകിയിട്ടില്ല. ദക്ഷിണ കൊറിയൻ സന്ദർശന വേളയിൽ കിമ്മുമായി കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ട്രംപ് കിം കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ലെന്നാണ് ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സൈനികരഹിത മേഖലയിൽ വെച്ച് കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉത്തര കൊറിയൻ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ സിറ്റിംഗ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചരിത്രം കുറിച്ചിരുന്നു. 2018 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സാമ്പത്തിക സുരക്ഷാ പ്രോത്സാഹനങ്ങൾക്ക് പകരമായി ആണവ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരു നേതാക്കളും 3 തവണ കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഉത്തര കൊറിയയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള അമേരിക്കയുടെ വിമുഖത കാരണം ഒരു കരാറിലും എത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു. ആണവ നിരായുധീകരണ ചർച്ചകൾ സ്തംഭിച്ച സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കിമ്മിന് എന്ത് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉപരോധങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. തുടക്കത്തിൽ തന്നെ അത് വളരെ വലുതാണെന്ന് അദ്ദേഹം അവ്യക്തമായി മറുപടി നൽകി. ഉത്തര കൊറിയൻ നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും ട്രംപ് തറപ്പിച്ചു പറഞ്ഞു. അതേസമയം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സന്നദ്ധത കിം ജോങ് ഉൻ അടുത്തിടെ പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് തനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്ന് കിം പറഞ്ഞു. എന്നിരുന്നാലും ഉത്തര കൊറിയ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ അസംബദ്ധ ആവശ്യം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ഊന്നി പറഞ്ഞു. ഒരു പരമാധികാര രാജ്യത്തിന് മേലുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന വ്യക്തമായ സന്ദേശം കിം നൽകിയത്. 2019 അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. ഈ വർഷം ആദ്യം ഉത്തര കൊറിയയ്ക്കെതിരെ നയതന്ത്ര ഇടപെടൽ പുനഃസ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള ഒരു പുതിയ തന്ത്രം ട്രംപിന്റെ സംഘം പരിഗണിക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഉത്തര കൊറിയ, ചൈന, റഷ്യ എന്നിവ അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ട്രംപ് ആരോപിച്ചത് അമേരിക്കൻ നിലപാടിനെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ഗണ്യമായി വളർന്നിട്ടുണ്ട്. പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുന്ന ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും 2024 ഒപ്പുവെച്ചത് അമേരിക്കൻ കേന്ദ്രീകൃതമായ ആഗോള അധികാര ശക്തി സന്തുലനത്തിന് ഒരു ശക്തമായ വെല്ലുവിളിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത് ഉത്തര കൊറിയയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ കരുത്തു നൽകുന്നു. കിമ്മിനെ കാണാനുള്ള ട്രംപിന്റെ പുതിയ താൽപര്യം ഉത്തര കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന അവസരമാണ്. അമേരിക്കൻ പ്രസിഡന്റുമായി സൗഹൃദപരവും ബഹുമാനപരവുമായ ബന്ധം നിലനിർത്താൻ കിം ജോങ് ഉൻ പ്രകടിപ്പിച്ച സന്നദ്ധത ലോക സമാധാന ശ്രമങ്ങൾക്ക് ഒരു നല്ല സൂചനയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.